നമുക്കൊരു ചക്കപ്പഴം കൊണ്ടുള്ള ഒരടയാണ്. സത്യത്തിൽ ഇപ്പോൾ ചക്കയുടെ സീസണായി തുടങ്ങണേ ഉള്ളൂ. പ്ലാവിലൊക്കെ ചക്ക പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പഴുക്കാനുള്ള പ്രായം വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ എടുത്തു വെച്ച ചക്കപ്പഴം കൊണ്ട്. ഇപ്പോൾ രണ്ട് തരത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലിരിക്കണം. അതെടുത്ത് നമുക്ക് അടയുണ്ടാക്കാം. അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ തവണ ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചക്കപ്പഴം കഴിഞ്ഞ വർഷം ചക്ക ധാരാളം പഴുത്തുണ്ടായി കഴിഞ്ഞപ്പോൾ അത് സിപ്പ് ലോക്ക് കവറിൽ അരച്ചെടുത്ത് വെച്ചിരിക്കുക. ചക്കച്ചോള വൃത്തിയാക്കി എടുത്ത് മിക്സിയിലിട്ട് അരച്ച് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു അട ഉണ്ടാക്കി നോക്കാം. അതായത് ചക്ക സീസൺ അല്ലാത്തപ്പോൾ നമുക്ക് എങ്ങനെ ചക്കയുടെ ഉണ്ടാക്കാം, അതായത് നാച്ചുറൽ ആ സ്വാദ് വരുന്ന തരത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞ മാതിരി ചക്ക വരട്ടിയതുകൊണ്ട് ഉണ്ടാക്കാം, അതിലും സ്വാദുണ്ടാവും ഇതിന്. നമുക്കൊന്ന് നോക്കാം. ചക്കപ്പഴത്തിൻ്റെ കൂടെ ചേർക്കേണ്ട ഐറ്റം നൈസായ അരിപ്പൊടി, പത്തിരി, അതുമാതിരി തന്നെ ഇടിയപ്പം പൊടി നൈസായിട്ട് കിട്ടും, അത് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് ശർക്കര, ആവശ്യമുള്ള ശർക്കര എടുക്കണം. ഈ ശർക്കര നമ്മൾ ഒന്ന് ഉരുക്കിയെടുക്കണം, കാരണം അതിൽ കല്ലും കട്ടയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. അടയിൽ ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് നാളികേരം. നാളികേരം ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് അതുകൂടി ചേർക്കണം. ഒരു 3-4 ഏലക്കായ നമ്മൾ മിക്സിയിലിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വെറുതെ കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി അല്പം 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിവിടെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശർക്കര. ഇതിൽ ചേരുവകളെല്ലാം നമ്മുടെ ആവശ്യാനുസരണം. ചിലർക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ ചേർക്കുക. അതിന് വരെ ഏലക്കായുടെ ടേസ്റ്റ് ചിലർക്ക് അധികം ഇഷ്ടമാവില്ല, അപ്പോൾ അത് കുറയ്ക്കാം. അങ്ങനെ അതിൻ്റെ ചേരുവകൾ നമുക്ക് തന്നെ തീരുമാനിക്കാം. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ കല്ലും കട്ടയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് അരിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ചക്ക ചേർക്കാം. മിക്സറിലിരുന്ന് ഒന്ന് കട്ടയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഏലക്കായ പൊടിച്ചതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ചക്ക ഒന്ന് ഉടച്ചെടുക്കുന്നത്. അങ്ങനെ പ്രത്യേകം അതിൽ കുഴക്കേണ്ട കാര്യമില്ല. ചക്ക ഫ്രീസറിൽ വയ്ക്കുമ്പോൾ വേവിക്കൊന്നും വേണ്ട കേട്ടോ. പച്ചയോടെ തന്നെ നന്നായിട്ട് നരച്ച് വെച്ചാൽ മതി. അതിപ്പോൾ ചകിരിയുമായിരിക്കുകയാണ്, അതാണ് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത്. ചക്ക നട്ട് അരഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ ആ ഏലക്കായും ചേർക്കണം. ആ ചക്ക അരച്ചത് അരിപ്പൊടിയും ശർക്കരയും ഇട്ട പാത്രത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. എന്നിട്ടാണ് ഇലയിൽ പരത്തി അട ചുടേണ്ടത്. അടയാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. കാരണം ആ ഏലക്കായി ഇട്ട് കുഴയ്ക്കുമ്പോൾ നല്ല ഇത് വേകുമ്പോൾ ഒരു വാസന വരും. അത് നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് ശർക്കര പാനി ഉണ്ടാക്കിയത് മുഴുവനും ഒഴിച്ചിട്ടില്ല. ഇനി കുഴച്ച് വരുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർക്കാം. അല്പം കൂടി ശർക്കര പാനി ഒഴിച്ചെടുക്കാം, കാരണം ഒന്ന് കുഴയ്ക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ നാളികേരം ചിരണ്ടിയത് നമുക്കിതിൽ ചേർക്കാം. കുഴച്ച് ഒരുവിധം പകുതിയായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൊത്തും തരിയൊന്നും ഇല്ലാത്തത് എടുത്ത് നന്നായിട്ട് കുഴക്കണം. ഈ നാളികേരം ചിരണ്ടിയതിൽ എടുത്തിട്ടുണ്ട്, അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മധുരം നന്നായിട്ട് വേണം ഒരുവിധം, നല്ല ഇടയ്ക്കൊരു സാധനം ഉണ്ടാവണം. നമുക്ക് മിക്കവാറും ആ ശർക്കര പാനി മുഴുവൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നാളികേരം കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ചേർക്കേണ്ടതായിട്ട് വരും. നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കണം. അട ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ ചക്കയും എല്ലാം കൂടി കുഴച്ച് രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിലേക്ക് പരത്താം. വാഴയിലാണ് ഇന്നിപ്പോൾ നമ്മൾ ചക്ക പരത്തുന്നത്. അതുപോലെ തേക്കിൻ്റെ ഇല, അതുപോലെ വലിയ കറുകയുടെ ഇല,
കറുകയുടെ വലിയ ഇല ഉണ്ടെങ്കിൽ അതിൽ പരത്താം. അപ്പോൾ കറുകപ്പട്ടയുടെ ഒരു ഫ്ലേവറും കൂടി അതിൽ വരും. അട പരത്തുമ്പോൾ അധികം കനം പാടില്ല, കാരണം ഉള്ളിലേക്ക് വേവില്ല. അപ്പോൾ ഏകദേശം കനം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും വേവാതിരിക്കാനുള്ള പ്രധാന കാരണം കട്ടി കൂടിയിട്ടാണ്. പലരും അടയ്ക്ക് കനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടുതൽ മാവ് വയ്ക്കും, അത് പാടില്ല. അല്പം വലിയ ഇലയാണെങ്കിൽ നമുക്ക് 4 വശം പൊതിയാം കേട്ടോ അട. അപ്പോൾ നേരത്തെ കാണിച്ചത് 2 വശം മാത്രമേ പൊതിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് 4 വശം പൊതിയാനുള്ള വലിപ്പമുണ്ട്. അത് നമ്മൾ ഇലയുടെ മധ്യഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. സെൻട്രലായിട്ട് വെച്ചിട്ട് 4 വശം പൊതിഞ്ഞെടുക്കാം. അധികം മൂത്ത ഇലയാണെങ്കിൽ പൊട്ടിപ്പോകും. അപ്പോൾ ഇപ്പം മൂപ്പ് കുറഞ്ഞ ഇലയാണ് നല്ലത്. ഇപ്പോൾ 4 വശം പൊതിഞ്ഞിട്ടുണ്ട്. വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ പൊതിഞ്ഞ അട ആ തട്ടിൽ വച്ച് അതിൽ വെച്ച് വേവിച്ചെടുക്കാം. അട നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ തട്ടിൽ വയ്ക്കുമ്പോൾ അത് തലങ്ങും വിലങ്ങും വെക്കണം. കാരണം 2 അട ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അട അങ്ങോട്ട് വയ്ക്കണം. അങ്ങനെ തലങ്ങും വിലങ്ങും വെച്ചാൽ മാത്രമേ ഇത് ആവി അതിനിടയ്ക്കട കയറി അട വേവുകയുള്ളൂ. നല്ല വാസന വരുന്നുണ്ട്. നമുക്ക് അടയൊന്ന് വെന്തോ നോക്കാം. നമ്മുടെ ചക്കയട റെഡിയായി. അപ്പോൾ ചക്ക ഇല്ലാത്ത സീസണിലും ചക്കപ്പഴം കൊണ്ട് നമുക്ക് ചക്കയട ഉണ്ടാക്കാം. വരട്ടിയ ചക്കയല്ല, പഴുപ്പിച്ച ചക്ക തന്നെ കഴിഞ്ഞ വർഷത്തെയാണ് ഉണ്ടാക്കിയത്. ആയാലും അവിടെ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.